സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവത്തിന് മാത്രം ചെയ്യാനാകുന്ന ചില കാര്യങ്ങളുണ്ട്. അത്രമേൽ സൗന്ദര്യവും ഉണ്ടാവയ്ക്കുക. അവിടുത്തെ സൃഷ്ടിയും ചരിത്രത്തിൽ അവിടെ നിന്ന് നടത്തുന്ന ഇടപെടലുകളുമെല്ലാം വിസ്മയത്തിൽ ചാലിച്ചുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ അക്ഷമ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ നമ്മൾ പലപ്പോഴും ദൈവവഴികൾ കാണാതെ പോകുന്നുണ്ട്. ദൈവത്തെ മറക്കുന്ന മഹാദുരന്തങ്ങളായി മാറാറുമുണ്ട്. ഏറെയധികവും ധാർമ്മിക ദുരന്തങ്ങൾ. എന്നാൽ ദൈവത്തിൻ്റേത് സുദീർഘവും സുദൃഢവുമായൊരു പദ്ധതിയാണ്, ദി ഗോഡ് ഓഫ് ലോങ് വ്യൂ. അതിനുവേണ്ടി അശ്രാന്തം കാത്തിരിക്കാനും തളരാതെ ഉടയാതെ ഉലയാതെ പ്രവർത്തിക്കാനും ദൈവത്തിന് മനസ്സുമുണ്ട്, ബലവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ നിന്ന് പ്രത്യാശയുടെ ഒരു കാത്തിരിപ്പ്, അതും ഉണർന്നിരിക്കാൻ നാഥൻ ക്ഷണിക്കുന്നത്. ഏഷ്യ 40:25 മുതൽ. ഇന്നലെ നാം കണ്ടതുപോലെ മനുഷ്യൻ്റെ അസ്ഥിരത ഒരു വശത്ത്, അതിൻ്റെ നിരാശകളുമുണ്ട്. മറുവശത്താകട്ടെ അവൻ ധാർഷ്ട്യമാർന്നവനായി മാറുന്നു. അവൻ്റെ ന്യായമായ പരിമിതികളെ പോലും തിരിച്ചറിയാതെ അവൻ ഔദ്ധത്യമാർന്ന് അഹന്തയോടെ പെരുമാറുകയാണ്. അങ്ങനെ നിരാശയുടെയും ഔദ്ധത്യത്തിൻ്റെയും ഈ പാതകൾ മനുഷ്യൻ ചവിട്ടിക്കയറാൻ തുനിയുന്നു. അവിടെയാണ് ദൈവം പ്രത്യാശയുടെ വഴി തുറക്കുന്നത്. അവയുടെ മധ്യത്തിൽ പ്രത്യാശ നിരാശയുടെയും ഔദ്ധത്യത്തിൻ്റെയും വിരുദ്ധമാണല്ലോ. പ്രത്യാശ വഴിയാത്രയുടെ പുണ്യവുമാണ്. വഴിയെന്നത് ജീവിത നിലപാടുകളുടെയും മനോഭാവങ്ങളുടെയും ഒരു കുറിയുമാണ്. ദൈവത്തിൻ്റെ പദ്ധതികളുടെ ഈ പരപ്പ് നമുക്ക് ക്ഷമാപൂർവ്വം കാത്തിരിക്കാൻ സാധിക്കണം, എടുത്തു ചാടാതെ, മനസ്സിടിയാതെ. ഇന്ന് സങ്കീർത്തനം 103 ദൈവം ചെയ്യുന്ന വിസ്മയകരമായ കാര്യങ്ങളെ ഒരു ദീർഘമായ സുഗതമായ നിശ്വാസത്തോടെ ഓർത്തെടുക്കുകയാണ്. എൻ്റെ ആത്മാവെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ആത്മാവിഷ്കാരം തന്നെ. ദൈവം തന്നെ തൊട്ടതിൻ്റെ തികവുകളും വ്യതിരിക്തതകളും, അതാണ് ആത്മാവ് എന്ന് പറയുന്ന ഈ അനുഭവം, നെഫേഷ്, ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. തളർന്നവനെ ദൈവം ഉയർത്തുന്നു, കഴുകൻ്റെ ചിറകുകൾ നൽകി അവനെ വിടർത്തുന്നു. പറന്നുയരുകയാണ് അവനങ്ങനെ ജീവിത വിഹായസിൽ. ശക്തിയുടെ പുതുപുത്തൻ പതിപ്പ് പോലെ, ദ റിന്യൂവൽ ഓഫ് എനർജീസ്. ഇന്നലെ വേലികൾ തകർക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടു. അപരനെ അകറ്റി നിർത്തുന്ന ഒരു വേലിക്കെട്ട് പോലെ ദൈവിക നിയമത്തെ കാണാനാണ് പണ്ട് നാഥൻ്റെ പ്രതിയോഗികളായി യഹൂദർ ശ്രമിച്ചത്. ദൈവസ്നേഹത്തെ തിരിച്ചറിയാതെ ദൈവപ്രമാണങ്ങൾ പാലിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ കല്ലാകൽ. അതിനാൽ തന്നെ ദൈവിക രക്ഷാപദ്ധതിയിൽ നിന്ന് അവർ വിജാതീയരെ എന്നും പുറന്തള്ളിയാണ് ചിന്തിച്ചിരുന്നത്. അവർ ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ നുകം, യോക്ക് ഓഫ് ടോറ എന്ന് പറയുമായിരുന്നു. മാത്രമല്ല ദൈവപ്രമാണത്തെ വേലികെട്ടി സൂക്ഷിക്കണമെന്നും അവർ ചിന്തിച്ചിരുന്നു, ഫെൻസിങ് ദ തോറ. സ്നേഹം പറ്റിപ്പോകുന്നിടത്ത് ദൈവിക നിയമങ്ങളെ ഭാരമായിട്ട് മാത്രമേ അവർക്ക് അനുഭവിക്കാനാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഈ കഠിന നുഖങ്ങൾ അഴിച്ചു വെച്ചുകൊണ്ട് നമ്മെ വിശ്രമിക്കാൻ ക്ഷണിക്കുന്നത്. മത്തായി 11:28 മുതൽ. നമുക്ക് വിശ്രമവും നവോന്മേഷവും ആവശ്യമായിട്ടുണ്ട്. ദൈവം ആ വിശ്രമം ഒരുക്കി നമ്മെ ക്ഷണിക്കുകയാണ്. ക്രിസ്തു തന്നെയാണ് ഈ വിശ്രമം. അപ്പോസ്തലപ്രവർത്തനം 15:10, മത്തായി 23:4. സുവിശേഷത്തിൻ്റെ ആ വിശ്രാന്തിയാണത്. നവോന്മേഷം ഒരു ജീവിത പ്രമാണമായി മാറുന്നു. കൊറിയൻ തത്വചിന്തകനും ദൈവാന്വേഷിയുമായ ബ്യൂങ് ചുൾ ഹാൻ ഇന്നത്തെ സമൂഹത്തിന് നിലയ്ക്കാത്ത വേഗങ്ങളുടെയും ആവേശങ്ങളുടെയും വിശ്രമമില്ലാത്ത പ്രയത്നശീലത്തെയും കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്. ദ ബേൺ ഔട്ട് സൊസൈറ്റി. ഈ ഒരു വേഗപ്പാച്ചിലിൽ മനുഷ്യൻ കരിന്തിരി കത്തുന്നത് പോലെ വേഗം വേഗം അണഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. ക്ഷമിക്കാനും കാക്കാനും കാവലിരിക്കാനുമെല്ലാം നമുക്ക് സമയമോ സൗകര്യമോ ഇല്ല. വളരെയധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നു നമ്മൾ, ഒന്നിനും സമയം തികയാത്തതുപോലെ, ഒന്നിലും മനസ്സുറപ്പിക്കാതെ, ഒന്നിനെയും മനനം ചെയ്യാനാകാതെ, ആത്മസാക്ഷാത്കാരങ്ങൾ കണ്ടെത്താനാകാതെ. ഹൈപ്പർ അറ്റൻഷൻ എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതൊരു മൃഗഭാവമാണ്. അകമേ ഭയപ്പാടും സംഘർഷങ്ങളും ഉള്ളതുകൊണ്ട് മൃഗങ്ങൾ എപ്പോഴും അലേർട്ടായി നിൽക്കുന്നത് പോലെ, എടുത്തു ചാടാൻ തയ്യാറായി നിൽക്കുന്നത് പോലെ. ഈ അമിതാധ്വാനങ്ങളും അമിതാത്മവിശ്വാസങ്ങളും ഒരുതരം വിഷലിപ്തമായ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്, ടോക്സിക് പോസിറ്റിവിറ്റി. നമ്മൾ തന്നെ നമ്മുടെ അടിമകളായി മാറിയിരിക്കുന്നു, ഓട്ടോ എക്സ്പ്ലോയിറ്റേറ്റീവ് ലേബറേഴ്സ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര ശരിയാണ് ഈ നിരീക്ഷണങ്ങളെന്ന്. തെല്ല് വിശ്രമിക്കാൻ ഇനി സമയമായി. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുവൻ എന്ന് നാഥൻ ക്ഷണിക്കുമ്പോൾ Thank you.